ജെഫ് അവന്റെ ഭാര്യയുമൊത്ത് ഒരു വിജനമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു പഴയ കാർ അവരുടെ മുൻപിലേക്ക് കയറി വരുന്നു. ജെഫ് പെട്ടെന്ന് തന്നെ കാർ വെട്ടിച്ച് അതിൽ ഇടിക്കാതെ രക്ഷപ്പെടുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നവർ അവനെ തെറി പറയുന്നു. പിന്നീട് ജെഫ് കാറിൽ പെട്രോൾ അടിക്കാൻ നിർത്തുമ്പോൾ നേരത്തെ അവർ ഇടിക്കാൻ പോയ അതേ കാറിൽ വന്നവർ അവന്റെ അടുത്ത് വന്ന് അവന്റെ കാറിനെ പറ്റി പറയുന്നു. പിന്നീട് അവന്റെ ഭാര്യയുടെ നേരെ ചെന്ന് ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചിട്ട് പോകുന്നു. ജെഫ് തന്റെ ഭാര്യയോട് പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് അവർ യാത്ര തുടരുന്നു. പെട്ടെന്ന് അവരുടെ കാർ റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി നിന്നു പോകുന്നു. അവർ ഒരു കാറിന് കൈ കാണിക്കുന്നു. പക്ഷേ അത് നേരത്തെ വഴക്കുണ്ടാക്കിയവരുടെ കാറായിരുന്നു. അവർ നിർത്താതെ പോകുന്നു. കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞ് അവർ വണ്ടി നിർത്തി തിരിഞ്ഞു വരുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു ട്രക്ക് വരുന്നത് കണ്ട് അവർ തിരിച്ചു പോകുന്നു. ജെഫ് അവന്റെ ഭാര്യയെ ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ ട്രക്കിൽ കയറ്റി അടുത്ത ടൗണിലേക്ക് വിടുന്നു. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞാണ് ജെഫ് കാണുന്നത് അവന്റെ കാറിന്റെ താഴെ കുറച്ച് വയറുകൾ വിട്ടുകിടക്കുന്നത്. അതെല്ലാം കണക്ട് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ ഓൺ ആകുന്നു. ജെഫ് നേരെ അടുത്ത ടൗണിലേക്ക് ചെല്ലുന്നു. പക്ഷേ ആരും തന്നെ അവന്റെ ഭാര്യയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. തന്റെ ഭാര്യയെ കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവിടെ തന്നെ നിൽക്കുന്നു. വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഓണറിനോട് തന്റെ ഭാര്യ ഇവിടെ വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയണമെന്ന് പറയുന്നു. എന്നിട്ട് തന്റെ കാറിൽ അവളെ സെർച്ച് ചെയ്യാൻ ഇറങ്ങുന്നു. പെട്ടെന്ന് ജെഫ് തന്റെ ഭാര്യയെ കയറ്റിക്കൊണ്ടുപോയ ട്രക്ക് കാണുന്നു. അതിനെ ചേസ് ചെയ്യുന്നു. ജെഫിനെ കണ്ടിട്ടും ആ ട്രക്കുകാരൻ നിർത്തിയില്ല. പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നു. പക്ഷേ ജെഫ് കഷ്ടിച്ച് കാർ വെട്ടിച്ച് രക്ഷപ്പെടുന്നു. അവൻ ട്രക്കിനെ ചേസ് ചെയ്ത് പിടിച്ച് ഡ്രൈവറിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ട്രക്ക് ഡ്രൈവർ അവൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ജെഫിന് ഇതിലെന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പോലീസ് കാർ വരുന്നു. ജെഫ് എല്ലാ കാര്യങ്ങളും പറയുന്നു. പോലീസുകാരൻ ട്രക്ക് പരിശോധിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല. പോലീസുകാരൻ അവനോട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് ട്രക്കുകാരനെ വെറുതെ വിടുന്നു. ജെഫ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ ആ പ്രദേശത്ത് കാണാതായവരുടെ പോസ്റ്ററുകൾ അവൻ കാണുന്നു. താൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലാകുന്നു. പോലീസുകാരനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് അവന് തോന്നുന്നു. അവൻ തിരിച്ച് റെസ്റ്റോറൻറ്റിലെത്തുന്നു. വീണ്ടും ഭാര്യയെ അന്വേഷിക്കുന്നു. ഓണറിൻ്റെ കയ്യിലെ ഓർഡർ ലിസ്റ്റ് തട്ടിപ്പറിക്കുന്നു. ഓണർ തൻ്റെ ഗണ്ണെടുത്ത് ജെഫിന് നേരെ പോയിന്റ് ചെയ്യുന്നു. അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ നിന്റെ ഭാര്യയെ കുറെ ആളുകളുടെ കൂടെ പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. അവർ പോയത് പുഴയുടെ ഭാഗത്തേക്കാണ് എന്ന് പറയുന്നു. ജെഫ് ഉടനെ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തുമ്പോൾ നേരത്തെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ച കാറുകാരൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ജെഫിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുന്നു. ജെഫ് കാറിൽ രക്ഷപ്പെടുന്നു. മറ്റവർ കാറിൽ ജെഫിനെ ചേസ് ചെയ്യുന്നു. ഒടുവിൽ ജെഫ് പുഴയിലേക്ക് കാറ് ചാടിച്ച് രക്ഷപ്പെടുന്നു.